Hello guys, welcome back to our YouTube channel. It's me, Ami. And you're watching Ami and Idru. Guys, ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ അല്ല, നിങ്ങൾക്ക് മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങളിപ്പോൾ കുളിച്ചെന്ന് ഉറങ്ങി എണിച്ചതാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഫംഗ്ഷനിലൂടെയായിരുന്നു, മൊത്തം ഫംഗ്ഷനായിരുന്നു. ഇപ്പോൾ നമുക്ക് പഠിത്തമൊന്നും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. അതായത് ഇപ്പോൾ പഠിക്കണം. എനിക്കറിയാം നിങ്ങളെല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അത് ഞങ്ങളോട് കൂടി ഷെയർ ചെയ്യണം ഗൈസ്. ഞങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എന്താ പറയുക, നാളെ എക്സാമാണ് നമുക്ക് 2 പേർക്കും. അപ്പോൾ എന്താ പറയുക, എക്സാമാണ്. നാളെ എക്സാം കൂടെ കഴിഞ്ഞാൽ 10 ദിവസം ലീവാണ്. 9 ദിവസം. ഓക്കെ, 9 അല്ലേ? 9 ദിവസമുള്ളൂ. ജനുവരി 3 റീ ഓപ്പണിംഗ്. അപ്പോൾ 10 ദിവസമല്ലേ? നമ്മുടെ കസ്റ്റഡി കാണിച്ചു തരാം. എത്ര എണ്ണം ഉണ്ടോ? 3 ഉണ്ടോ? ഇല്ല, പിന്നെ 2. ഇനി എവിടെ? അതവിടെയോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല ഗൈസ്, 1 2 3. അവനിക്കുട്ടിയും മാമിക്കുട്ടിയും ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്നുപോലെ വളർത്തുന്ന മരങ്ങളാണ് ഗൈസ്. അവര് തന്നെ നട്ട മരമാണ് കേട്ടോ ഗൈസ്. അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. ഇച്ചിരി അവിടെ ഒരു കുയ്യ കൂടി ഉണ്ട്, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വളരണോ, കുപ്പ വീഴണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുമ്പ് ഞാൻ വെട്ടി. അതുകൊണ്ടാണ് അവിടെ ഒരു ഖാലിയായിട്ട് കിടക്കുന്നത്. പക്ഷെ അത് പെട്ടെന്ന് വളരും, കുഴപ്പമില്ല. ഇപ്പൊ ക്ലൈമറ്റ് റൈനി പോലെയല്ലേ. അതാണ് നമ്മൾ വെട്ടിയത്. കാരണം എന്താ പറയുക, കുവ്വക്ക് വരുന്നേ ഇല്ല. ഗുവ വരുന്നേ ഇല്ല. ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താ പറയാ, ഗുവ വരുന്നില്ല. അത് വേറെ ഇങ്ങനെയാണ്. പിന്നെ ഹൈറ്റ് മാത്രം ഉണ്ട് ഇവിടെ പോലെ. ആ കറണ്ട് പോയി അത് മാത്രമേ ഉള്ളൂ അതിന്റെ ഗുണം. അപ്പൊ വെട്ടി. പക്ഷെ അതിനുശേഷം ഞാന് എന്താ പറയാ, നമ്മുടെ രണ്ടാളും ഇവിടെ ഒറ്റയ്ക്ക് എന്നുള്ളതില്ലാതെ അവനി അമ്മയുടെ 2 പേരുടെയും ഒന്നിച്ചായി അല്ലേ. അപ്പൊ ഈ പപ്പായ എന്ന് പറയുമ്പോ നമ്മളെല്ലാരും കൂടെ നട്ടതാണ്. അമ്മൂമ്മ ഉള്ളപ്പോ നട്ടതാണ് അത്. അങ്ങനെ ഇതെന്ന് പറയുമ്പോൾ ഇത് രണ്ടും എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് ഞാൻ തന്നെ നട്ടതാ. ഫോട്ടോ ഒക്കെ ഉണ്ട് നടന്നുണ്ട്. അതെ, കസ്റ്റഡ് ആപ്പിൾ നടന്ന ഫോട്ടോ. എൻവയോൺമെന്റ് ഡേക്ക് നട്ടതാണ്. എൻവയോൺമെന്റ് ഡേക്ക് തന്നായിരുന്നു ചെറുപ്പത്തിൽ. നമ്മുടെ പഴയ സ്കൂളിൽ എന്ന് പറയുമ്പോൾ ജൂൺ 1 പോലെ ഇല്ല, പഴയ സ്കൂളിൽ ജൂൺ 1 എല്ലാ പ്രാവശ്യം നമുക്ക് പ്ലാൻസ് തരും. അപ്പൊ അത് ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. ഒരു സ്കൂൾ തുറക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ ചെടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻവയോൺമെന്റ് ഡേ അങ്ങനെ നല്ല രസമാണ്. എൻവയോൺമെന്റ് ഡേ ഒക്കെ ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു തൈ കൊണ്ട് വേറെ കുട്ടിക്ക് കൊടുക്കണം, ആ കുട്ടി നമുക്ക് തരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ സ്കൂളിലും ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അല്ലേ. ഒരു ദിവസം ഒരു പുല്ല് കൊണ്ടിട്ട് ഒരു ചെടി ഒരു കുട്ടി നിൽക്കണ്ടായിരുന്നു. അതിന്റെ ബാക്കിൽ ഞാൻ നിന്നു. എനിക്ക് മനസ്സിലായി ഇതാണ് എനിക്ക് കിട്ടാൻ പോണത്. പിന്നെ ബാക്കിലൊക്കെ നോക്കിയപ്പോൾ മാങ്ങ ചെടി കണ്ടു. ശരി, മെല്ലെ ഒരു മിടിയപ്പ് വരാൻ വേണ്ടിട്ട് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ആ മാങ്ങ ചെടിയുടെ ബാക്കിൽ പോയി അത് കിട്ടി. അങ്ങനെ അത് ബാക്കിൽ വന്നില്ല അല്ലേ? അത് വന്നില്ല. നമുക്ക് ആക്ച്വലി മിറ്റം കുറവായതുകൊണ്ട് അതുകൊണ്ട് അത് വന്നതേ ഇല്ല. അപ്പൊ പക്ഷെ അത് പുല്ലായിരുന്നു. നമുക്ക് വരെ വിഷമം ഉണ്ടെങ്കിൽ ഇവരെ എല്ലാവർക്കും പറഞ്ഞു തീർക്കുക. അപ്പൊ ഒരു കാറ്റ് വരുമ്പോ എല്ലാടും. ഞാൻ വിചാരിക്കുന്നത് എന്റെ ഇത് കെട്ടിട്ട് അത് റെസ്പോണ്ട് ചെയ്യണമെന്ന് വിചാരിക്കും. പ്ലാൻസ് ഒരു ലീവിങ് ആണല്ലോ. അതെ, ഞാനിങ്ങനെ ഇതിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇത് മാത്രല്ല കേട്ടോ വൈസ്, ഒരു പ്ലാന്റ് ഉണ്ട് ആയുർവേദം. ഒരു ബിസിനസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാന്റ് നടുന്നതും സീഡ് ജെർമിനേഷൻ ഒക്കെ ആയിരുന്നു ഞാൻ ഇത് ചെയ്തത്. അപ്പം ഞാൻ അതേ ആ പ്ലാന്റ് എടുത്ത് എൻ്റെ ഇവിടെ വെച്ച് കുറച്ച് ദിവസമായി നോക്കുമ്പോൾ ദേ കിടക്കുന്നു. അത് നമ്മൾ 2 പേരും വെച്ചു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെയുള്ള സ്ഥലം. അവിടെ ഉറുമ്പൊക്കെ വന്നപ്പോൾ തിന്നും പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ശരി മാറ്റാം, കുറച്ച് വളർന്നു, ശരി മാറ്റാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടാക്കി. റൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നോളും പറഞ്ഞ എല്ലാം പോയി, എല്ലാം മാറ്റി. എൻ്റെ 2-3 കുറച്ച് ദിവസമായിട്ട് അത് നന്നായി വളർന്നു. പക്ഷെ ഇപ്പൊ നോക്കുക, നിങ്ങൾ ഒന്നും വിചാരിക്കരുത് മൊത്തം പുല്ലാണ് കേസ്. അവിടെ എൻ്റെ പയർ ചെടിയെ കാണുന്നില്ല കേസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും പറഞ്ഞില്ലേ, വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. നിങ്ങളോട് പറയാൻ, നിങ്ങളോട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ടൈം നിങ്ങളോടൊന്ന് വർത്തമാനം പറയാൻ വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അല്ല, പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു എൻവയോൺമെന്റ് ഡേ നടക്കാൻ നമുക്ക് കണ്ടന്റ്. സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ രണ്ടുപേരും ഒന്ന് പറഞ്ഞില്ലേ, നമ്മുടെ കറി എന്താ പറയുക, നിങ്ങൾക്ക്
ഇതെന്താ പറയാ, ഒരു നമ്മളെന്താ അവർക്കായിട്ട് ഭയങ്കര സ്ട്രോങ്ങും ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ, എന്താണ് എന്താ പറയില്ലേ നമ്മള്, അവർക്ക് നമുക്ക് എക്സാമിന് ഷുവർ ആയിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റഡി ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് അത് അവർക്ക് ഉപകാരപ്പെട്ടു. അപ്പോ ഞങ്ങൾ തരുന്ന കറേജ് ആണ് നിങ്ങൾക്ക് എന്താ പറയുന്നത് എക്സാം എഴുതാൻ സൂപ്പർ ആവുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും എല്ലാ കറേജ് ഉണ്ട്. നമ്മളുടെ ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അവരുടെ കറേജ് അവർ കമന്റിൽ കൂടെ നമുക്കും തരും. അപ്പൊ നമുക്കും അതൊരു ബാക്ക് ബോൺ അല്ലേ. ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാൻ പറയാൻ വരുന്നത് വെച്ചാൽ, നിങ്ങൾ ഞങ്ങൾക്കായിട്ട് ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പൊ ഞങ്ങൾ ഓൾ ദി ബെസ്റ്റ് ഞങ്ങൾക്ക് തരിക.